വളരെ സങ്കടമുണ്ട് ഈ ഒരു കാര്യം പറയാൻ തന്നെ. ആ വാർണർ ബ്രോസ് ഉണ്ടല്ലോ, ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എൻ്റെ പ്രാക്കാണെന്ന് കൂട്ടിക്കും. ഞാൻ ഈ റീസെൻറ്റ് ടൈംസിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 ഇറങ്ങിയ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ ആണെന്ന് ഞാൻ പറയും. ചുമ്മാ ഈ ചെറിയ പിള്ളേർക്കല്ലാതെ ഒരു മെച്ചോർഡ് ഓഡിയൻസിന് ഇതാണ് സൂപ്പർ ഹീറോ മൂവി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു ആ ബാറ്റ്മാൻ. ആദ്യം പറഞ്ഞത് ഒക്ടോബർ 3, 2025 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് റൈറ്റേഴ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് സ്ട്രൈക്കൊക്കെ വന്നത്. പിന്നെ അത് മാറ്റിവെച്ചു. ഒക്ടോബർ 3, 2026 മാറ്റിവെച്ചു. അതും പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ എന്ന് പറയുന്നു ഇപ്പൊ ഒന്നുമില്ല, ഒക്ടോബർ 2027 മാറ്റിവെച്ചു. ആദ്യം 25, പിന്നെ 26, 27. ഇതെന്താ അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ഗണ്ണ് DC-നെയൊക്കെ ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് മാറ്റ് റീവ്സിന്റെ ഒരു ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. DC യൂണിവേഴ്സായിട്ട് ഒരു ബന്ധവുമില്ല, ബാറ്റ്മാൻ വേറെ യൂണിവേഴ്സാണ്, അവരായി അവരുടെ പാടായിന്ന് അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി ഇവരുടെ യൂണിവേഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഇവർക്കും വലിയ താല്പര്യം ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ ഉണ്ടല്ലോ, പുള്ളിയുടെ പുതിയൊരു കാസ്റ്റിംഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. റോബർട്ട് പാറ്റിൻസനെ ഡ്യൂണിന്റെ 3ാമത്തെ പാർട്ടിലേക്ക് ആഡ് ചെയ്തു. സ്കൈറ്റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു വില്ലൻ ഉണ്ട് ഡ്യൂണിൽ. അപ്പൊ അതായിട്ട് കാസ്റ്റ് ചെയ്തു റോബർട്ട് പാറ്റിൻസനെ. ഈ വർഷം സമ്മറിൽ 2025 അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത കൊല്ലം 2026 ഡിസംബറിലാണ് അതിന്റെ റിലീസ് ഡേറ്റ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോലന്റെ ഒഡീസിയിലും അഭിനയിക്കുന്നുണ്ട് റോബർട്ട് പാറ്റിൻസൺ ഹെർമിസ് ആയിട്ട്. അപ്പൊ അതും അടുത്ത ജൂലൈ 2026 റിലീസ്. ഹോളിവുഡിൽ ഒരു ടേം ഉണ്ട്, ക്വൈറ്റ്ലി ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് ക്യാൻസൽ ചെയ്തു, അത്രേ ഉള്ളൂ. മിക്കവാറും ബാറ്റ്മാന്റെ സെക്കൻഡ് പാർട്ടിനെ ഇവര് ഒഴിവാക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. റൂമേഴ്സ് ആണ്, കൺഫേം ആയിട്ടില്ല. എന്തായാലും ഒക്ടോബർ 2027 റിലീസ് ഇല്ല. 3 തവണ മാറ്റി, ഇനിയും മാറ്റാനായിരിക്കും തോന്നുന്നു. ഒന്നെങ്കിൽ മാറ്റും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും. ഇതുവരെ സ്ക്രിപ്റ്റ് പോലും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓരോ ആക്ടേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ സ്ക്രിപ്റ്റ് കണ്ടിട്ടേ ഇല്ല, അതായത് ഒന്നും ആയിട്ടില്ല. നല്ല സിനിമകളൊന്നും റിന്യൂ ചെയ്യാനും അതൊന്നും എടുക്കാനൊന്നും ആർക്കും വയ്യ. ഈ വേണ്ടാത്ത ഓരോ സിനിമയാണെങ്കിലും എല്ലാവരും റെഡിയാണ്. എന്നിട്ട് നമ്മൾ തന്നെ അത് കാണുകയും വേണം. ഒരവസ്ഥ.